ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അൻസ. നമ്മുടെ സൊസൈറ്റിയിൽ കുറേ ആൾക്കാർ ആക്നി പ്രോൺ സ്കിന്നായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്കായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പിമ്പിൾസ് വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഓയിലി ആയിരിക്കും. ഓയിലി സ്കിൻ ആണെങ്കിൽ പിമ്പിൾസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. PCOD ഹോർമോണൽ ഇംബാലൻസ് എല്ലാം ഉള്ളവർക്കും പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പീരിയഡ്സ് ടൈമിലും ചിലവർക്ക് ചെറിയ ചെറിയ കുരുക്കളെല്ലാം ഫേസിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ആക്നി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇഷ്ടംപോലെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടും ഒരു യൂസും ഇല്ലാതെ നല്ലതായിട്ട് കഷ്ടപ്പെടുന്ന കുറേ പേരെ എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട്. നല്ല പസ്സൊക്കെ ആയിട്ട് ആക്നികളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എനിക്ക് ആക്നിയൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു റെമഡിയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിലെ ആക്നിക്ക് വേണ്ടി മാത്രമല്ല, അല്ലാണ്ട് നമ്മുടെ സ്കിൻ ഓൾ ഓവർ നമ്മുടെ സ്കിൻ ഹെൽത്തിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫേസ് പാക്ക് ആണ്. നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ കിച്ചണിലുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നമ്മുടെ ഫേസിലുണ്ടാവുന്ന കുരുക്കളെല്ലാം മാറ്റാമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തായാലും വിശ്വസിച്ചേ പറ്റൂ. നമ്മുടെ ഫേസിലുണ്ടാവുന്ന കുരുക്കളെല്ലാം ക്ലിയർ ചെയ്ത് ഫേസ് നല്ല ക്ലിയർ ആക്കാനും ക്ലീൻ ആക്കാനും ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസിലുണ്ടാവുന്ന അൺഈവൻ സ്കിൻ ടോൺ, പിഗ്മെന്റേഷൻ, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഫേസിലുണ്ടാവുന്ന എക്സസ് ഓയിലെല്ലാം അബ്സോർബ് ചെയ്ത് പിന്നൊന്ന് ഓയിൽ ഫ്രീ ആക്കാനും ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കാനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഒരു ജീരകമാണ്. ഈ ജീരകം ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 3 സ്പൂൺ ജീരകം എടുത്തിട്ട് നന്നായിട്ട് അതിപ്പോൾ കുതിർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു അലോവേറ ജെൽ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ അലോവേറ ജെൽ യൂസ് ചെയ്യാം. അപ്പോൾ ആ ജെല്ല് നമ്മൾ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ജീരകവും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പം ഈ അലോവേറ എടുത്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാലോ തൈരോ എടുക്കാം. ഒത്തിരി സെൻസിറ്റീവ് സ്കിന്നിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹണി എടുക്കാവുന്നതാണ്. ജീരകം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ആക്കും. പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് എല്ലാം നീക്കം ചെയ്യും. അപ്പം എനിക്ക് കൂടുതലായിട്ടും ഈ ഏരിയയിലും നെറ്റിയിലും ഒക്കെയാണ് പിമ്പിൾസ് കൂടുതലായിട്ടും വരാറ്. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ചെയ്യുന്നതാണ്. എൻ്റെ ഫേസിൽ ഈ ഏരിയയിലൊക്കെ ചെറിയൊരു പിമ്പിൾസ് സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ ചെയ്യുവാണെങ്കിൽ നല്ല പെട്ടെന്നുള്ളൊരു റിസൾട്ട് കിട്ടും. ഒത്തിരി നമ്മുടെ ഫേസ് സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പിമ്പിൾ ഏരിയയിൽ മാത്രമായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് നമ്മുടെ ഓപ്പൺ പോർസ് എല്ലാം നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ആക്കും. മാക്സിമം ഒരു 18 വയസ്സിന് മേലുള്ളവർ മാത്രം ഇത് ചെയ്യുക. ഞാനവിടെ ഏജ് മെൻഷൻ ചെയ്യാൻ കാരണം ആ ഒരു ഏജ് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെൻസിറ്റീവ് സ്കിന്നായിരിക്കും. അപ്പം നിങ്ങൾ ഇതുപോലത്തെ നാച്ചുറൽ റെമഡി ആണെങ്കിൽ പോലും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിനെ ഡാമേജ് ആക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പം ഞാൻ പിമ്പിൾസ് ഉള്ള ഏരിയയിലാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിലും നെറ്റിയിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് പിമ്പിൾസ് ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു 20 മിനിറ്റ്സ് ഫേസിൽ വെക്കുക. 20 മിനിറ്റ്സ് ഫേസിൽ വെച്ച് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ 20 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു 1 സൈഡ് മാത്രമായിട്ട് ഞാൻ വൈപ്പ് ചെയ്ത് കാണിക്കാവേ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ചെറിയൊരു മസാജൊക്കെ കൊടുത്തിട്ടാണ് റിമൂവ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള ഫേസ് പാക്ക് പോലെയല്ല, ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് 1 സൈഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നിങ്ങൾ നമ്മുടെ ചീക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്ത് കാണിക്കാവേ. അപ്പോൾ ഗായ്സ്, ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടല്ലേ.
ഈ പാക്ക് നിങ്ങളൊരു 7 days കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടാൻ പോണേ. ഇപ്പോൾ ഫസ്റ്റ് യൂസിൽ ഇത്രയും റിസൾട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് നിങ്ങൾ ആ ഒരു 7 days യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ പിമ്പിൾസ് എല്ലാം മാറി നമ്മുടെ ഫേസിലുള്ള ടാൻ ഒക്കെ നന്നായിട്ട് റിമൂവ് ആയി, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആകും. ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ട് ഈ ഫേസ് പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.